30 ദിവസത്തിനുള്ളിൽ വാക്കുപാലിച്ച് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴിത്തൊഴു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് പാലിച്ച് മെമ്പർ 30 ദിവസം പിന്നിടുന്നതിന് മുൻപ് സ്വന്തം ചിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർന്നു കിടന്ന 100 മീറ്റർ ദൂരം ഗതാഗത യോഗ്യമാക്കി നൽകി. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചു ശ്രദ്ധേയനാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ തന്നെ കുഴിത്തോളു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മെമ്പർ ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിച്ച് 30 ദിവസം പിന്നിടുന്നതിന് മുമ്പേ തന്നെ സ്വന്തം ചിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ തകർന്നു കിടന്ന ഭാഗങ്ങൾ ഗതാഗതയോഗ്യമാക്കി. വർഷങ്ങളായി പരിപാലനക്കുറവ് മൂലം കുഴികൾ നിറഞ്ഞും മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. വയോധികരും വിദ്യാർത്ഥികളും രോഗികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പൂർണ്ണമായും തകർന്ന ഏകദേശം 100 മീറ്റർ ദൂരമാണ് അടിയന്തരമായി പുനരുദ്ധരിച്ചത്. യന്ത്രസഹായത്തോടെ മണ്ണ് നിറച്ച് നിരപ്പാക്കി താൽക്കാലികമായി ശക്തിപ്പെടുത്തിയതോടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി. ഏകദേശം 50ഓളം കുടുംബങ്ങൾ താലൂക്ക് ആസ്ഥാനത്തേക്കും ചെമ്മണ്ണാറിലേക്കും ഉടുമ്പൻചോലയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത്. റോഡ് തുറന്നതോടെ ദിവസേനയുള്ള യാത്രാസമയം കുറയുകയും അടിയന്തരാവശ്യങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധിച്ചതായി നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികൾ മെമ്പറുടെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരുന്നു നമ്മൾ ഈ റോഡ് ശരിയാക്കി കൊടുക്കുന്നുള്ള കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ, റോഡിൻ്റെ അവസ്ഥകൾ മനുഷ്യർ നടന്നു പോകാൻ മേലാത്ത അവസ്ഥയിലായി കിടക്കുന്നത്. അത് നന്നാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ മെമ്പർ അതിനകത്ത് ഉത്സാഹിച്ചു. മെമ്പർ പറഞ്ഞു ആദ്യത്തെ ശമ്പളം ഇതിനു വേണ്ടി വിനിയോഗിച്ചേക്കാമെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങളവിടെ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപാടികൾ. ആ മുകളിലത്തെ ഭാഗം കണ്ടില്ല, ഞങ്ങൾ ചെമ്പരത്തിയെല്ലാം വളഞ്ഞ് റോഡിലോട്ട് നടക്കാൻ പോലും വരാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റോഡ്, കുടിവെള്ളം, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അത്യാവശ്യങ്ങൾ. മാർച്ച് 30-ന് മുമ്പായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത് സ്ഥിരമായ പരിഹാരമൊരുക്കുമെന്നും മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും സഹകരണത്തോടെ സുസ്ഥിരമായ രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ റോഡ് ഒന്ന് ഫോം ചെയ്ത് വാഹന ഗതാഗതം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഈ റോഡ് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ്. ആളുകൾക്ക് വാഹനം ഉപയോഗിച്ച് വഴിയാത്ര വളരെ അസൗകര്യമായിരുന്നതിനാണ് ഇത്ര ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഈ വഴി വണ്ടിയുമായി വരികയും അപകടത്തിൽപ്പെടത്തക്ക രീതിയിൽ വാഹനം തെന്നിമാറുകയുണ്ടായി. അപ്പോൾ ഈ പ്രദേശവാസികളുമായി സംസാരിച്ചുകൊണ്ട് ഒരു ജയം ഉറപ്പായാലും ഇല്ലെങ്കിലും 30 ദിവസത്തിനുള്ളിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ചെലവിലാണ് ഇന്നിപ്പോൾ JCB ഉപയോഗിച്ച് ഈ റോഡിൻ്റെ പുനരുദ്ധാരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുക്കാതെ സമയബന്ധിതമായി നടപ്പാക്കുന്ന ജനപ്രതിനിധിത്വമാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.